ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത് തങ്ങളുടെ ഇഷ്ടക്കാര്യം. കേരളം പോലുള്ളത് ഇഷ്ടമില്ലാത്ത പട്ടിക. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് കേരളത്തെ. ഒന്നിനു പുറകെ ഒന്നായി ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ ശബ്ദം ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞോ? ലോക്സഭയിൽ കേരളത്തിന്റെ ശബ്ദം ഉയരണമെങ്കിൽ ഈ 18 പേരുടെ ശബ്ദം ഉയരണമല്ലോ. കേരളത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള സാമ്പത്തിക രംഗത്തെ ഈ പറയുന്ന പ്രത്യേക ഞെരുക്കൽ നടപടി, അതിൻ്റെ ഭാഗമായി കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തിന് താങ്ങാവുന്ന സംഖ്യയല്ലത്. ഇപ്പോ കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതങ്ങളുണ്ട്. ആ വിഹിതം സാധാരണ ജനസംഖ്യാനുപാതികമായിട്ടെങ്കിലും കിട്ടണം. പക്ഷെ കേരളത്തിന് ജനസംഖ്യാനുപാതികമായി വിഹിതം കിട്ടുന്നില്ല. എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളെടുത്താൽ ജനസംഖ്യാനുപാതികമല്ല, അതിൻ്റെ ഇരട്ടി, ചിലപ്പോൾ അതിൽ കൂടുതൽ അവർക്ക് വിഹിതമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അത് തങ്ങളുടെ ഇഷ്ടക്കാര്യം. കേരളം പോലുള്ളത് ഇഷ്ടമില്ലാത്ത പട്ടിക. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് കേരളത്തെ. അപ്പോൾ കേരളത്തിൽ ലഭിക്കേണ്ട പണമാണ് ലഭിക്കാതിരിക്കുന്നത്. ഇതൊരു ഔദാര്യമല്ല. ഈ വരുമാനമെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് എത്തുന്നത്. രാജ്യത്തിൻ്റെ ആകെ വരുമാനമാണ്. ആ വരുമാനമാണ് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യേണ്ടത്. അതിലാണ് വിവേചനം കാണിക്കുന്നത്. അതിൽ അർഹതപ്പെട്ടതാണ് ഇവിടെ നൽകാതിരിക്കുന്നത്. അത് നൽകണം. ഒരു കാര്യം ഓർത്തു നോക്കി, കേരളമാകെ കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ സമീപനത്തിനെതിരെ എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തി. ഡൽഹിയിലെ മന്ത്രിസഭയും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും എല്ലാം അണിനിരന്നുകൊണ്ട് പ്രതിഷേധമായി. കോൺഗ്രസ് അതിൽ വന്നില്ല. അതിനെതിരെയാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഡൽഹി പരിപാടിയുടെ തലേ ദിവസം കർണാടകയ്ക്ക് ഇതേ പ്രശ്നമുയർത്തി പ്രക്ഷോഭം നടത്തേണ്ടി വന്നല്ലോ. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം MLA-മാരും അടക്കം ഡൽഹിയിൽ പോയി പ്രതിഷേധിച്ചല്ലോ. അവർ പറയുമ്പോൾ കേരളത്തെ പരാമർശിക്കേണ്ടി വന്നല്ലോ. കേരളം ഗൗരവമായ പ്രശ്നമാണ് ഉയർത്തുന്നത് എന്ന് കർണാടക മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നല്ലോ. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ അധ്യക്ഷന് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ കേരളം നടത്ത പ്രക്ഷോഭത്തെ പരാമർശിക്കേണ്ടി വന്നല്ലോ. പക്ഷേ കോൺഗ്രസിനൊരു മാറ്റമില്ല. അതേ കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. ആരുടെ കൂടെയാണ് അവർ? അതാണ് നാം കാണേണ്ടത്. BJP-യുടെ കൂടെയാണ്. മനസ്സ് BJP-യോടൊപ്പമാണ്. ഉദ്ദേശം വ്യക്തമാണ്. പല ഘട്ടങ്ങളിൽ BJP-യുമായി കൂട്ടുചേരുന്നതിന് കോൺഗ്രസിന് മടിയുണ്ടായിട്ടില്ല.
ഇപ്പോഴും ചിലയിടങ്ങളിൽ ആ കൂട്ടുകെട്ട് തുടരുന്നുണ്ട്. അപ്പോൾ LDF-നെതിരെ ശക്തമായ വികാരം ഉയർത്തിക്കൊണ്ടുവരിക, LDF-നെതിരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ഒരു തലം വളർത്താൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ഏറെക്കുറെ ആ കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുള്ളവരാണ്. കേരളത്തിൽ നിന്ന് 18 ലോക്സഭാംഗങ്ങളാണല്ലോ ലോക്സഭയിൽ UDF-ന്റെ ഭാഗമായിട്ടുള്ളത്. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നോ? എന്തേ അവർക്ക് പാർലമെന്റിൽ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത്? ഒരു ഘട്ടത്തിലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അവതരിപ്പിച്ചതൊക്കെ കേരളത്തിനെതിരായ പ്രശ്നങ്ങളായിരുന്നു. കേരളത്തെ ഇകഴ്ത്താൻ, കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ഇല്ലാ കഥകളടക്കം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് മടിയുണ്ടായിരുന്നില്ല. എന്നാൽ കേരളം നേരിടുന്ന പ്രശ്നം ഒരു ഘട്ടത്തിലും ഉന്നയിച്ചില്ല. അത് നമ്മുടെ അനുഭവം. മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായല്ലോ. തുടരെ ഒന്നിനു പുറകെ ഒന്നായി ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ ശബ്ദം ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞോ? ലോക്സഭയിൽ കേരളത്തിന്റെ ശബ്ദം ഉയരണമെങ്കിൽ ഈ 18 പേരുടെ ശബ്ദം ഉയരണല്ലോ. പിന്നെ 2 ഉള്ളൂ. ആ 18 പേര് പൂർണ്ണ നിശബ്ദരായല്ലോ. ആലോചിച്ച് നോക്കണം. മുൻപ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് മതിയായ പ്രാതിനിധ്യമില്ലാത്ത ഒരു ലോക്സഭയായതുകൊണ്ടാണ് ഈ ദുർഗതി ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. രാജ്യം നേരിടുന്ന പ്രശ്നം, മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കുന്ന പ്രശ്നം, വർഗീയ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളിലെല്ലാം ശരിയായ സമീപനം അത് ഇടതുപക്ഷത്തിന് മാത്രമേ സ്വീകരിക്കാനാവൂ. 20 കോൺഗ്രസ് ആയാലും ഈ നിലക്ക് മാറ്റമില്ല. നമ്മുടെ രാജ്യത്ത് ആവശ്യം തെറ്റിനെ ചോദ്യം ചെയ്യലാണ്. തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അരുത് എന്ന് പറയാൻ പാർലമെന്റിൽ ആളുകൾ ഉണ്ടാവലാണ്. അതാണ് ആദ്യം വേണ്ടത്. ഇടതുപക്ഷമില്ലാത്തതിന്റെ ദൂഷ്യം അനുഭവിച്ചവരാണ് നമ്മൾ. കേരളത്തെ എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ. പക്ഷേ ഇടതുപക്ഷമില്ലാതായപ്പോ, ഇടതുപക്ഷത്തിന് വേണ്ടത്ര പ്രാതിനിധ്യമില്ലാതായപ്പോ ആ സംസ്ഥാനത്തിന്റെ ശബ്ദം അങ്ങേയറ്റം ദുർബലമായി പോയി. ഇത് നമുക്കൊരു പാഠമാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കൊരു പാഠമാണ്. ഇതും നാം കരുതേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും കൂടുതലായി വളർത്തിയെടുക്കുക, ഇതാണ് നാം ശ്രമിക്കുന്നത്. അതിലൂടെ ഇതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.